ഇച്ചൊന്നും കേൾക്കണില്ലല്ലോ. പ്രകാശേട്ടാ, പ്രകാശേട്ടാ, പ്രകാശേട്ടാ വാതില് തുറക്ക്. പ്രകാശേട്ടാ, പ്രകാശേട്ടാ വാതില് തുറക്ക്. പ്രകാശാ, പ്രകാശാ, ആ എന്താ അവിടെ? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്താ ഒച്ചാളെ? അതവളാ. ആ എന്നാ ഉറങ്ങാൻ നോക്ക രണ്ടാളും. എന്താ പ്രകാശേട്ടാ, എനിക്കൊന്ന് സംസാരിക്കണം. എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ? ദേ പ്രകാശേട്ടാ, തമാശ കളിക്കല്ലേ, ഞാൻ സീരിയസ് ആയിട്ട് പറയാ, എനിക്ക് സംസാരിക്കണം. ആ ഇവിടെ അമ്മായിക്കും അമ്മാവനും ഓക്കെയാണ്, അവര് ഹാപ്പിയാണ്. പിന്നെ പ്രിയ ചേച്ചിടത്ത് ഞാനിത് ഇപ്പൊ വിളിച്ച് സംസാരിച്ചതേ ഉള്ളൂ. പിന്നെ പ്രകാശേട്ടന് മാത്രം എന്താ ഇത്ര പ്രശ്നം? എന്റെ പ്രശ്നം എന്താ നടക്കാറില്ലേ? മര്യാദക്ക് ഇറങ്ങി പൊക്കോയി. അത് കഴിഞ്ഞിട്ട് 2 കൊല്ലായില്ലേ പ്രകാശേട്ടാ? അതിന് ഇത്രയും നാൾ എന്നോട് മിണ്ടാതെ നടന്ന് വിഷമിപ്പിച്ച് മതിയായില്ലേ? അത് പോരെ പ്രകാശേട്ടന്? അത് പോരാ. കഴിഞ്ഞത് കഴിഞ്ഞു, ഒന്ന് വീട്ട്. അതെ, അവിടെ കിടന്ന് നാറി നാണം കെട്ട ഞാനാ. അപ്പൊ അത് പോരാ. ഒക്കെ ഉണ്ട് പൊന്നരിക്കാൻ വന്നിരിക്കാം. ഇനി ഞാൻ എന്താ വേണ്ട പ്രകാശേട്ടാ? ஹலோ சொல்லுமா. என்ன பேபி, என்ன சொல்றான் மாமா? பெடுத்துறாண்டி. ஏன் மாமாவோட காதல் நதி வட்டி போச்சா? வட்டி போன மாதிரி தான் தெரியுது. சரி, ஃபோன் மாமா கிட்ட கூட, நான் பேசி பார்க்குறேன். வேணாடி, ദേഷ്യത്തിലാ, ഞാൻ പിന്നെ വിളിക്കാം. ஓகேமா, பார்த்து. உன்ன மாதிரி ஒரு ஃபிகரை விட்டா வேற கிடைக்க மாட்டேன்னு மாமா கிட்ட சொல்லு, ஓகேவா? ശരി, ഓക്കെ ഡി, ഗുഡ് നൈറ്റ്. இப்போ சரிடி, குட் நைட். പ്രകാശേട്ടൻ പറ, ഞാൻ എന്താ ചെയ്യണ്ടത്? ഒന്നും വേണ്ട, ഒന്ന് പോയി തരുമോ? പ്രകാശേട്ടാ, എന്നോട് പറഞ്ഞല്ലേ പണ്ടാറടങ്ങിട്ട്. പിന്നെ പാതി വഴിയിലിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു 12 വയസ്സ് മുതൽ ഇഷ്ട പറഞ്ഞ എൻ്റെ പുറകെ നടന്നത്. ആ എനിക്ക് കത്തുകൾ എഴുതിയിരുന്നതും എന്നെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂർക്ക് വന്നിരുന്നതും